പോയത്? രണ്ട് എവിടെ പോയി കിടക്കാനാവോ? എടി പാറു, പ്രിയേ, ഇവിടെ വരെ. എന്താ അമ്മേ, എന്താ വിളിച്ചേ? എന്താ വിളിച്ചോന്നോ? എന്താ പറഞ്ഞിട്ട് പോയത് ഞാൻ ഇവിടുന്ന്? രണ്ടിനോട് ഞാൻ പറഞ്ഞല്ലേ മഴ പെയ്യാണെങ്കിൽ ഈ തുണിയൊക്കെ അയലിൽ നിന്ന് എടുത്ത് വെക്കണമെന്ന്. എന്നിട്ട് ഇപ്പൊ കണ്ടില്ല എല്ലാം നനഞ്ഞത്. അതിന് മഴ പെയ്യുന്നൊന്നും ഞങ്ങൾ കേട്ടില്ല അമ്മേ. ഞങ്ങള് TV ആണായിരുന്നു അത്. ഓ, ഇത് പറയാനാണ് അമ്മ വിളിച്ചു വരുത്തിയത്. നല്ല സിനിമയായിരുന്നു കുഞ്ചാക്കോ ബോബന്റെ. അതിലെ റൊമാൻറ്റിക് സീനൊക്കെ കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അമ്മേന്റെ ഒരു മഴ. മൊട്ടൊന്നും കൂടെ വിരിഞ്ഞിട്ടില്ല, അതിന് മുന്നേ അവളുടെ ഒരു റൊമാൻറ്റിക് സീന്. എന്നെ കൊണ്ടൊന്നും വാങ്ങിക്കേണ്ടത് കേറി പോയിക്കാത്ത്. വാ പാറു, നമുക്ക് വേഗം പോയി സിനിമ കാണാം. ഓ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇതുങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മഴ തീർന്നിട്ട് എടുത്ത് വെക്കാം, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? സിനിമ മുഴുവൻ കാണാൻ സമ്മതിച്ചില്ലല്ലോ ചേച്ചി അച്ഛമ്മ. ഓ, അപ്പോഴേക്കും അച്ഛമ്മേന്റെ സീരിയൽ തുടങ്ങിയില്ലേ? അച്ഛമ്മ ഇവിടെ നിന്ന ഇങ്ങനെ തന്നെയാ. നമുക്ക് ഇഷ്ടമുള്ള ഒന്നും കാണാൻ സമ്മതിക്കൂല. നമ്മളെ TV തുറക്കുന്നവരെ അച്ഛമ്മയ്ക്ക് ഒന്നും കാണാനുണ്ടാവില്ല. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഓടി വരും, റിമോട്ട് പിടിച്ച് വാങ്ങിയിട്ട് അത് വെക്ക് ഇത് വെക്ക്, മറ്റേ ചാനലിൽ ആ സീരിയൽ ഉണ്ട്, ഇവിടെ ഈ സീരിയൽ ഉണ്ട് എന്നും പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് അച്ഛമ്മ ഇവിടെ ഉള്ളപ്പോ ഒന്നും നമുക്കൊന്നും TV കാണാൻ പറ്റൂലല്ലോ. നമുക്ക് അച്ഛനോട് പറഞ്ഞ ഒരു TV നമ്മുടെ റൂമിൽ വെക്കാൻ പാറു. പിന്നെ പറയേണ്ട താമസം അച്ഛൻ ഇപ്പൊ TV വാങ്ങി റൂമിൽ വെച്ചേരും. നമുക്കൊന്ന് സോപ്പിട്ട് പറയാം, അപ്പുകുട്ടനോടും പറയിപ്പിക്കാം. നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഒരു സൺഡേ സാറ്റർഡേ പോലും ഒരു കാർട്ടൂണോ സിനിമയോ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ TV ഉണ്ടായിട്ട് കാര്യോ? ശരി, പക്ഷെ അച്ഛൻ്റെ അത്ര പൈസ ഒന്നും ഉണ്ടാവില്ല ചേച്ചി. കുടുംബശ്രീന്ന് ലോൺ എടുത്ത് കൊടുക്കാൻ പറയാ. അപ്പൊ 10,000 രൂപയ്ക്കൊക്കെ TV കിട്ടും. ഒരുപാട് വലുതൊന്നും വേണ്ടല്ലോ. നമ്മുടെ റൂമിലുണ്ടേലേ നമുക്ക് അതിൽ യൂട്യൂബ് കണക്ട് ചെയ്യാം, ഇവിടെ വൈഫൈ ഉള്ളതുകൊണ്ട്. പിന്നെ നമുക്ക് സിനിമയും കാണാം. നല്ല സുഖല്ലേ? ശരി, നമുക്ക് ഉറങ്ങുന്ന വരെ കാണായിരുന്നു. അച്ഛമ്മേന്റെ ശല്യം ഉണ്ടാവില്ല. ആ ശരിയാ ചേച്ചി, എന്താ നമ്മൾ ചെയ്യാ? ആ മിലിമോളെ അവളുടെ അമ്മേന്റെയും മുഖം ഒന്ന് കാണണ്ട. നമുക്ക് നമ്മളെ റൂമിൽ ഇരുന്ന് തന്നെ TV ഒക്കെ കണ്ട് രസിക്കേനി. നമുക്ക് നമ്മുടെ കാശ് കുഞ്ചിയിലുള്ള പൈസ എടുത്ത് കൊടുത്താലോ അച്ഛന്? ബാക്കി പൈസ അച്ഛൻ കൂട്ടിയാൽ മതിയല്ലോ എന്നാലേ. ആ, അത് സൂപ്പർ ഐഡിയ ചേച്ചി. അത് ഞാൻ ഓർത്തില്ല. നമ്മുടെ കാശ് കുഞ്ചിയിലേ കുറെ പൈസ ഉണ്ടാവാ മതി. എന്നാലും അച്ഛൻ വാങ്ങി തരുമെന്നുള്ള കാര്യം ഉറപ്പൊന്നുമില്ല. TV കണ്ടോണ്ടിരുന്നു നമ്മൾ പഠിത്തത്തിലൊക്കെ ബാക്ക് ആവുന്നേ അമ്മ പറഞ്ഞു കൊടുക്കും. പോരാത്തന്നെ ആ മിലിമോളും അച്ഛമ്മയും ആന്റിയും ഒക്കെ ഇടങ്കോലിടും. അത് നമുക്ക് എങ്ങനെയെങ്കിലും അച്ഛന്റെ കൈയും കാലും പിടിച്ച് സോപ്പിട്ട് റെഡി ആക്കാം. നമ്മൾ നല്ലോണം പഠിക്കുന്നു, കറക്റ്റ് രാത്രി പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ കാണത്തുള്ളൂ എന്ന് അച്ഛന് പ്രോമിസ് കൊടുക്കാം. എന്നാ അച്ഛൻ വാങ്ങി തരും. ശരിയാ, അപ്പുകുട്ടനെയും കൂട്ടരും നമ്മുടെ കൂടെ. എന്നാ പാറു, നീ പോയിങ്ങാട്ടെ ആ അളമാരേന്നല്ലേ കാശുകുഞ്ചി ഇങ്ങ് എടുത്തോണ്ട് വാ. നമുക്ക് നോക്കാമല്ലോ എത്ര പൈസ ഉണ്ട്. ആ, ഞാൻ ഇപ്പൊ വരാം. ഓ, റൂമിൽ TV ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. രാത്രി പകലും ഒക്കെ ഇരുന്ന് കാണാം. അത് ഇഷ്ടമുള്ള ചാനലൊക്കെ വെക്കാം. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ലാപ്ടോപ്പും TVയും ടാബും മൊബൈലും എല്ലാം ഉണ്ട്. എനിക്ക് മാത്രം ഒരു കുന്തുമില്ല. ഒരു TV പോലും കാണാനുള്ള സ്വാതന്ത്ര്യമല്ലേ ഈ വീട്ടില്. ചേച്ചി ഇതേ കിട്ടി. ഇതിലിപ്പോ ഒത്തിരി പൈസ ആയിട്ടുണ്ടാവും അല്ലേ പാറു? പിന്നെ നമ്മൾ ഒരുപാട് നാളായിട്ട് ഇത് എടുത്തിട്ടില്ലല്ലേ ചേച്ചി? എന്തായാലും അമ്മ നമുക്കിത് വാങ്ങി തന്നത് നന്നായി അല്ലേ പാറു? അതെ അതെ, അമ്മ ഇത് വാങ്ങി തന്നപ്പോഴേ പറഞ്ഞില്ലായിരുന്നോ നമുക്ക് കിട്ടുന്ന പൈസയൊന്നും വെറുതെ അനാവശ്യമായിട്ട് ചെലവഴിക്കാതെ എല്ലാം ഈ കോയിൻ ബോക്സിലിട്ട് വെക്കാനേ. നമ്മൾ അതുപോലെ ഇട്ട് വെച്ചില്ലേ? ഓരോ 100 രൂപ ഇടുമ്പോ അത് വെട്ടും, 500 കിട്ടുമ്പോ അത് വെട്ടും. അങ്ങനെ ഇതിൽ ഒത്തിരി പൈസയായി അല്ലേ ചേച്ചി? അതെ, മാമന്റെ വീട്ടിൽ കൂടാൻ പോയപ്പോഴേ അമ്മമ്മയും മുത്തശ്ശനും ഒക്കെ തന്ന പൈസയൊക്കെ നമ്മൾ ഇതിൽ ഇട്ടില്ലേ. അതുകൊണ്ട് ആ പൈസ ഒന്നും നമ്മളെടുത്തുനിന്ന് ചെലവായി പോയില്ലല്ലോ. അതൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ലേ? ഇപ്പൊ നമുക്ക് TV വാങ്ങാൻ അച്ഛനെ ഹെൽപ്പ് ചെയ്യാലോ പാറു. അതെ അതെ, ഇനി നമുക്ക് കിട്ടുന്ന പൈസയൊക്കെ ഇതിൽ തന്നെ ഇട്ട് വെക്കണം അല്ലേ ചേച്ചി? അതെ അതെ, നീ പെട്ടെന്ന് തുറന്നു നോക്ക്, ഇതിൽ എത്ര പൈസ ഉണ്ട് നോക്കാം നമുക്ക്. നോക്ക് പാറു, ഇതിൽ ഒത്തിരി പൈസ ഉണ്ടടി. അയ്യോ, ഇത് എണ്ണി തീരുമ്പോഴേക്കും കുറെ ടൈം ആവല്ലേ ചേച്ചി? നീ എണ്ണിക്കോ പാറു. വേണ്ട ചേച്ചി തന്നെ എണ്ണിക്കോ. നീ മാത്സിന് വീക്കാണല്ലേ, അതല്ലേ നീ എണ്ണാത്തെ. പിന്നെ ചേച്ചീന്റെ മാത്സിന് 100-ൽ 100 വാങ്ങലേ. 10 മാർക്ക് തേച്ചു കിട്ടൂലല്ലേ ചേച്ചി? വെറുതെ പുളു അടിക്കല്ലേട്ടോ. ശരി, ഒരു സൈഡിൽ നിന്ന് നീ എണ്ണിക്കോ, മറ്റേ സൈഡിൽ നിന്ന് ഞാനും എണ്ണാം. ആ, അത് മതി. ചേച്ചി, ഇത് കൂടുതൽ പൈസ ഉണ്ടല്ലോ. 15,000 രൂപ ഉണ്ട് അതില്. അതെ, ഇത്രയും പൈസന്റെ വലിയ TV ഒന്നും നമുക്ക് വാങ്ങണ്ട. നമുക്കൊരു 10,000 രൂപന്റെ TV വാങ്ങാം. ബാക്കി പൈസ നമുക്ക് അച്ഛന് കൊടുക്കാം. ശരിയാ, അച്ഛൻ പാവം ഇപ്പൊ കുറച്ചു നാളായിട്ട് പണി കുറവല്ലേ? ശരിയാ, അപ്പൊ അച്ഛന് വലിയ സന്തോഷമാവും. അപ്പൊ അച്ഛൻ എന്തായാലും TV വാങ്ങി തരുമായിരിക്കും അല്ലേ ചേച്ചി? പിന്നെന്താ, നമ്മള് കഷ്ടപ്പെട്ട് എടുത്തു വെച്ച പൈസയല്ലേ, അതുകൊണ്ട് അച്ഛൻ എന്തായാലും നമുക്ക് വാങ്ങി തരും. എന്നാലും ചേച്ചി, 100 രൂപന്റെ കോയിൻ ബോക്സിന്റെ ഉള്ളിൽ ഇത്രയും പൈസ തന്നില്ലേ? അതാ പാറു പറയുന്നേ. അമ്മമ്മയൊക്കെ എപ്പോഴും പറയാറില്ലേ, നമ്മളെ കുറച്ച് പൈസ എടുത്തു വെച്ചാ അത് വലിയ പൈസയായി മാറുന്നേ. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നേ അതിനെയാ. ഓ, ആ പ്രിയക്കുള്ള പ്രേമലേഖനം തന്നെയാ. ഞാൻ ഊഹിച്ചത് അപ്പടി കറക്റ്റാ. എന്തായാലും ഇത് വായിച്ചിട്ട് മാത്രം വീട്ടിലേക്ക് കയറാം. ഇത് വെച്ച് അവൾക്ക് നല്ലൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് സ്വസ്ഥായിട്ട് വായിക്കാം. എന്റെ എത്രയും പറയപ്പെട്ട
പ്രിയ വായിക്കാൻ അറിയാം. ഇതെന്ത് ഭാഷയാണ് ഇവൻ എഴുതിയത്? മലയാളം എഴുതാൻ പോലും അറിയാത്ത പൊട്ടനെയാണോ പ്രിയ പ്രേമിക്കുന്നത്? ആ മിലിമോളെ, നീ എന്താ ഇവിടെ തനിച്ചിരിക്കുന്നേ? ഓ മണിക്കുട്ടിയോ, നീ എന്താ ഇവിടെ? ഞാൻ പാറുവിനെയും പ്രിയ ചേച്ചിനെയും ഒക്കെ ഒന്ന് കാണാൻ വന്നതാ. ഓ നീയല്ലേ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്? അങ്ങനെയൊന്നുമില്ല, മിലിമോള് എന്റെ ഫ്രണ്ട് തന്നെ. ആണോ? എന്നാലേ നീ ഇതൊന്ന് വായിച്ചേ, എനിക്കിത് മനസ്സിലാവുന്നില്ല. നിനക്കറിയില്ല, ഞാൻ അമേരിക്കയിൽ പഠിച്ചോണ്ടേ എനിക്ക് ഇവിടുത്തെ കച്ചട മലയാളം കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല. യുനോ ഇംഗ്ലീഷ് മാത്രമേ എനിക്ക് അത്ര ഫ്ലുവന്റ് ആയിട്ടുള്ളൂ. ഇത് ഒരു ലെറ്ററാ, എനിക്കങ്ങ് മനസ്സിലാവുന്നില്ല. ലെറ്ററോ? നിനക്കാരാ ഇപ്പൊ ലെറ്റർ അയക്കാൻ? ആ അതൊന്നും ഇപ്പൊ നീ അറിയണ്ട, തൽക്കാലം നീ ഇതൊന്ന് വായിച്ചാ മാത്രം മതി. ശരി. എവിടെ? ഓ എന്റെ മിലിമോളെ, നിനക്ക് ഒട്ടും എഴുത്ത് പഴയതിനെ അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ചേടാ കഷ്ടം തന്നെ, ഒട്ടും അറിയത്തില്ലല്ലോ, ഇത് ഫുള്ള് മിസ്റ്റേക്ക് ആണല്ലോ. അതിന് ഞാൻ എഴുതിയാന്ന് നിന്നോട് പറഞ്ഞോ? ഇത് ഞാനൊന്നും എഴുതിയതല്ല, ഏതോ പൊട്ടനെ എഴുതിയതാ. നീ വാരിയാക്കി വായിക്ക്. ഓ അത് ശരി, നീ എഴുതിയതല്ലേ? സോറിയേ, ഞാൻ തെറ്റിദ്ധരിച്ചു. എന്റെ ജവാന്റെ ജവാനാണു നീ. ജവാന്റെയോ? ഇനിയിപ്പോ വല്ല കള്ളും കുപ്പി ആയിരിക്കോ? ജവാൻ എന്ന് പറഞ്ഞിട്ടൊരു കള്ളുകുപ്പി ഇല്ല എന്റെ മിലിമോളെ. അങ്ങനെ ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല, നീ ബാക്കി വായിക്കടി. ഞമ്മടെ വിവാഹം. വിവാഹോ? അമ്മ അച്ഛൻ വീട്ടിൽ സമ്മതമല്ലെങ്കിൽ ഞമ്മക്ക് ഒളിച്ചോടാന്ന്. മിലിമോളെ, ഇതേതോ ഒളിച്ചോട്ടക്കത്താണല്ലോ മിലിമോളെ. അത് ശരി, അപ്പൊ അതാണല്ലോ അവളുടെ ഉദ്ദേശം. ശരിയാക്കി കൊടുക്കാം. എന്തായാലും ഈ കത്ത് എന്റെ കയ്യിൽ തന്നെ കിട്ടിയതേ വളരെ നന്നായി. ആർക്കുള്ള കത്താ മിലിമോളെ? നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ പ്രിയ, അവക്ക് ആ ജ്യൂസ് കടയിലുള്ള പയ്യൻ തന്ന കത്താത്, പ്രേമലേഖനം. പ്രിയ ചേച്ചി ഒളിച്ചോടാൻ പോവാണോ? അവളെ ഞാൻ ഓടിച്ചു കൊടുക്കാം. മാമനൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, ഇന്നിവിടെ പൂരായിരിക്കും, പൂരം, തൃശൂർ പൂരം. ഈശ്വര, പണി പാളിയല്ലോ. നീയേ ആ കത്തിങ്ങോട്ട് തന്നെ, ഞാൻ വേഗം പോയിട്ടെ മാമിക്കും മാമനും എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ. നീ എന്റെ പിറകെ പോരി, ഇന്ന് വീട്ടിലെ അടിയുടെ പൊടിയുടെ ഇടിയുടെ പൂരായിരിക്കും. ഈശ്വര, ഈ കത്തെങ്ങാനും ഇവളുടെ കൈ കിട്ടിയ ഇവള് കോളം ആക്കുമല്ലോ. പാവം പ്രിയ ചേച്ചി, ഇതിനി ഇവക്ക് കൊടുക്കരുത്, ഇതെങ്ങനെയും നശിപ്പിക്കണം. എന്താ മണിക്കുട്ടിയെ നീ ഇങ്ങനെ അന്തവിട്ട കുന്തം വീയ പോലെ കണ്ണും തുറത്തി നോക്കിയേക്കുന്നേ? നീ വേഗം കത്തിങ്ങോട്ട് താ, എന്നിട്ട് എന്റെ പിറകെ വാ. നല്ല അടി ഇടിയൊക്കെ കാണിച്ചു തരും നിനക്ക്. ശരിയാ, പക്ഷേ ഇതില് മുഴുവനേ അക്ഷരത്തെറ്റാ. ഇത് നമുക്ക് പോലും വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ മാമനും മാമിക്കും? ഞാനൊരു കാര്യം ചെയ്യാം, വീട്ടിൽ കൊണ്ടുപോയിട്ടെ വേറൊരു പേപ്പറിൽ ക്ലിയർ ആയിട്ട് എഴുതി കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് മാമനും മാമിക്കും കൊടുക്കാം. അത് ശരിയാ, നീ എന്നാ പെട്ടെന്ന് പോയിട്ടെ എഴുതി കൊണ്ടുവാ. ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഒഴിവാക്കിയിട്ട്. എന്നിട്ട് വേണം എനിക്കൊന്ന് സന്തോഷിക്കാൻ, പായസം വെച്ച് ആഘോഷിക്കും ഞാൻ. അത് ഞാൻ ഏറ്റെന്നെ മണിക്കുട്ടി. ആ നീ എവിടെ ഇരിക്കട്ടോ, ഞാൻ പോയിട്ടെ വേഗം വരാം. ദേ പോയി ദേ വന്നു. കൊറേ നേരമല്ല മണിക്കുട്ടി പോയിട്ട്. ഇവൾ എന്തെടുക്കാ, ബുക്ക് മുഴുവൻ പ്രേമലേഖനം എഴുതുകയാണോ? ഇനിയിപ്പോ അവളുടെ വീട്ടിൽ പോയി നോക്കേണ്ടി വരും. മിലിമോളെ വാ, കത്ത് റെഡി. എന്താ മണിക്കുട്ടി ഇത്? എത്ര നേരമായി നീ പോയിട്ട്? ഞാൻ ആകെ ബോറടിച്ച് ഇപ്പൊ നിന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി നിക്കേനി. അത് പിന്നെ ഞാനേ വിശദമായിട്ട് എഴുതിപ്പേ കുറച്ച് ടൈം എടുത്തു, അതാ. ശരി ശരി, കത്തിങ്ങത്താ. ഇപ്പോഴാണെങ്കിലേ മാമനും മാമിയും അച്ഛമ്മയും അമ്മയും എല്ലാരും അവിടെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് പോയിട്ട് കത്ത് കാണിക്കട്ടെ, നീ എന്റെ പിന്നാലെ പോന്നോ? ആ ശരി, ഇതാ നീ തന്നെ കൊണ്ടുപോയി കൊടുത്തോ, ഞാൻ നിന്റെ പിറകെ എത്തിക്കോളാം.